ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരി, നമ്മുടെ പൂർവപിതാവായ അബ്രാത്തെ ദൈവം പരീക്ഷിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇതാ കേട്ടോളൂ. ഒരിക്കൽ ദൈവം അബ്രാത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അബ്രാത്തോട് പറഞ്ഞത് എന്താണെന്നോ? അബ്രാത്തിന്റെ ഏക മകനിലെ ഇസാക്കിനെ ദൈവത്തിന് ബലി കഴിക്കണമെന്ന്, അതും ദഹനബലി കഴിക്കണമെന്ന്. ദഹനബലി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കല്ലൊക്കെ കൂട്ടി വെച്ച് തറയുണ്ടാക്കി അതിൻ്റെ മേൽ വിറക് വെച്ച് അതിൻ്റെ മേൽ ആടിനെ കെടുത്തി തീ കൊടുത്തിയാണ് ദൈവം ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് ആൾക്കാർ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിരുന്നത്. ഇങ്ങനെ പറയുന്നതിനാണ് ദഹനബലി എന്ന് പറയുന്നത്. എന്തു കഷ്ടമായി ദൈവത്തിന്റെ പരീക്ഷണം അല്ലേ? പക്ഷേ അബ്രഹാം ദൈവം പറയുന്നത് പോലെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് തന്റെ കഴുതയെയും 2 വേലക്കാരെയും തന്റെ മകൻ ഇസാക്കിനെയും കൂട്ടി ബലിക്കുള്ള വിറകും ശേഖരിച്ച് മോറിയ ദേശത്തിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇസാക്ക് അബ്രഹാത്തെ വിളിച്ചു. അപ്പാ അപ്പാ. അബ്രഹാം വിളി കേട്ടു. എന്താ മകനെ? ബലിക്കുള്ള കത്തിയും വിറകുമുണ്ടല്ലോ, പക്ഷേ ദഹനബലിക്കുള്ള കുഞ്ഞാട് എവിടെ? അബ്രഹാം പറഞ്ഞു, ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ കല്ലൊക്കെ കൂട്ടി വെച്ച് തറയുണ്ടാക്കി അതിൻ്റെ മേൽ വിറക് വെച്ച് അതിൻ്റെ മേൽ ഇസാക്കിനെ ബന്ധിച്ചു കിടത്തി. പാവം ഇസാക്കിന് മനസ്സിലായി തന്നെ തന്നെയാണ് ബലിയഴിക്കാൻ പോകുന്നത്. അബ്രഹാം കത്തിയെടുത്ത് പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ അവനെ വിളിച്ചു. അബ്രഹാം, അബ്രഹാം, നീ നിന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്, ഇസാക്കിന്റെ മേൽ കൈവയ്ക്കരുത്. നീ നിന്റെ ദൈവത്തെ ഭയപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നീ നിന്റെ ഏകമകൻ ഇസാക്കിനെ ബലി കഴിക്കാൻ മടി കാണിച്ചില്ല. പെട്ടെന്ന് അബ്രഹാം ഒരു ആട്ടിൻകുട്ടിയുടെ ശബ്ദം കേട്ടു. മുൾച്ചെടിക്കിടയിൽ കൊമ്പൊടുക്കി കിടക്കുന്ന ഒരു മുട്ടനാടിനെ അബ്രഹാം കണ്ടു. പെട്ടെന്ന് അബ്രഹാം ഇസാക്കിന്റെ കെട്ടുകൾ അഴിച്ച് താഴെ ഇറക്കി കെട്ടിപ്പിടിച്ചു. പിന്നെ ഇസാക്കിന് പകരം ആ മുട്ടനാടിനെ ദൈവത്തിന് ബലിയർപ്പിച്ചു. അങ്ങനെ ദൈവത്തിന്റെ പരീക്ഷണത്തിൽ അബ്രഹാം വിജയിച്ചു. വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. അപ്പോഴെല്ലാം പിതാവായി തീർന്ന അബ്രഹാത്തിനെ പോലെ വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം പ്രകടമാക്കാൻ നമുക്ക് സാധിക്കണം. ഇതാണ് അബ്രഹാത്തിന്റെ ജീവിതകഥ നമുക്ക് തരുന്ന സന്ദേശം. നന്ദി, നമസ്കാരം.